എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ ഈ ഭണ്ഡാസുരൻ ആരാണ് അല്ലെ? അത് നമ്മൾ അറിയണം. ദേവിയുടെ ചിരിയിൽ നിന്ന് വന്ന വിഘ്നേശ്വരൻ ആരാണ്? ഇപ്പൊ ഗണപതിയുടെ അമ്മയായവൾ, ശരിക്കും ലളിതാ സഹസ്രനാമത്തിന്റെ കഥ മുഴുവനും ഇല്ല. പല നാമങ്ങളിലൂടെ വശിന്യാദി ദേവതകള് ചാടിച്ചാടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാരാഹി, ശ്യാമ, ബാല ഇവരൊക്കെ പെട്ടെന്ന് വരുന്നു. അവര് വളരെ പെട്ടെന്ന് കുറച്ച് സമയങ്ങളിൽ യുദ്ധം കഴിഞ്ഞ് അവര് തിരിച്ചു പോണു. എന്നാൽ ഇത് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നത് ലളിതോപാഖ്യാനത്തിലാണ്. അതൊന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. ഇല്ലേ? ഇല്ലേ, പെട്ടെന്ന് എവിടുന്നാ ബാല വന്നത്, ഇല്ലേ, വാരാഹിയൊക്കെ വന്നത് എവിടുന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാല് ഒരു സാധാരണ അസുരൻ എന്നൊക്കെ നമ്മൾ ധരിച്ചു പോകും. ഭണ്ഡൻ എന്നാല് നല്ല അസുരൻ. കാമ സജ്ജീവൻ ഔഷധി എന്ന് ആണ് കഥയുടെ രഹസ്യം മുഴുവൻ ഇരിക്കുന്നത്. കാരണം ഇതൊരു അബ്സ്ട്രാക്ട് സ്ട്രിങ് ആണ്. കാരണം ഈ ഭണ്ഡാസുരൻ എവിടെ നിന്ന് വന്നു, എന്തിനാണ് ഇങ്ങനെ അട്ടഹാസം ചെയ്തത്, ഇല്ല, എന്തിനാണ് ദേവന്മാരെ ഉപദ്രവിച്ചത്, ഇതെല്ലാം തന്നെ ഒരു ശ്രീവിദ്യാ ഉപാസകൻ അല്ലെങ്കിൽ ഒരു ദേവി ഉപാസക അറിഞ്ഞില്ലെങ്കിൽ ഒരു ജന്മത്തിലും ദേവീ പാദത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. ഈ ഭണ്ഡൻ ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, ഇല്ലേ, അച്ഛനമ്മമാർ ആര്? ഈ ഭണ്ഡൻ ഒരു കുടുംബത്തിലും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇല്ലേ, കാമദേവനെ ശിവന്റെ നേത്രാഗ്നി കൊണ്ട് എരിഞ്ഞ് ചാമ്പലായി അവിടെ കിടന്നു. ഇല്ലേ, കൈലാസത്തിലെ ഒരു കുട്ടി അവിടെ എന്താ പറയാ, അവിടെ ഇവിടെയൊക്കെ കളിച്ചു നടക്കുകയായിരുന്നു. ആ കുഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ആ കുഞ്ഞുങ്ങൾ സാധാരണ കളിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത്, അല്ലെ? അതുപോലെ ഈ കുഞ്ഞ് എന്ത് ചെയ്തു? കളിയായിട്ടായിരിക്കും ഈ ചാമ്പൽ എടുത്ത് കുഴച്ച് ഒരു മുഖം, ഒരു ശരീരം, കൈകാലുകളൊക്കെ ഉണ്ടാക്കി എന്ന് പറയണു. അപ്പൊ ഒരു ബൊമ്മ ഉണ്ടാക്കി, ഒരു പാവയെ ഉണ്ടാക്കി. ഇതിനെ തന്റെ അച്ഛനെ കാണിക്കാനായിട്ട് ചെന്നു. അച്ഛനോ തനിക്ക് എന്താ പറയുക, നല്ലൊരു ബൊമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന മകനെ ആ ഒരു എന്താ അഭിനന്ദിച്ചുകൊണ്ട് അതിനെ നോക്കി. ഇല്ല, സാധാരണ മനുഷ്യക്കുട്ടികൾ പറയും പോലെ ആ കുഞ്ഞ് അച്ഛാ ഇതിന് ജീവൻ കൊടുക്കൂ എന്ന് സാധാരണ കുട്ടികൾ പറയാറുണ്ട്. ഇതിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? അച്ഛന്റെ അമ്മയുടെ അടുത്തൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ കൈയും കാലും ചലിക്കണം, അല്ലെ? കുട്ടി ഒരു റോബോട്ടിനെ പോലെ അതിനെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അച്ഛന്റെ അടുത്ത് വന്ന് ചോദിച്ചത്. ഏത് കുട്ടിയും എന്താ തന്റെ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അച്ഛന് സന്തോഷമാണ്, അല്ലെ? ആ ഒരു കുഞ്ഞിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കും. ആ കൈലാസത്തിലിരിക്കുന്ന അച്ഛൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. സാക്ഷാൽ പരമശിവനാണ്, അല്ലെ? സകല ഭുവന ജീവനുകളുടെയും പ്രഭവ സ്ഥാനമാണ് ഭഗവാൻ. ത്രിപുരാരി മഹാദേവൻ. ആ എന്താ പറയാ, ശിവൻ എന്ന് പറയുന്ന പരമ്പൊരുള് തന്റെ പുത്രൻ ഉണ്ടാക്കിയ പാവയ്ക്ക് ജീവൻ കൊടുത്തു. അദ്ദേഹം ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഇല്ലേ? അതിലെ കയ്യിൽ വാങ്ങി സ്പർശിച്ചു. ശിവനെ ചുറ്റി നിന്ന ഭൂതഗണങ്ങളെല്ലാം തന്നെ ഭണ്ഡ 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 എന്ന് ആശീർവദിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് ഭണ്ഡൻ എന്നായി. അപ്പൊ നല്ലതായിട്ട് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ കൈലാസത്തിൽ ജനിച്ച് അവിടെ താമസിച്ച ഭണ്ഡൻ ശിവകാമേശ്വരനെ തന്നെ വിചാരിച്ച് അത്യുഗ്രമായിരിക്കുന്ന തപസ് ചെയ്തു എന്ന് പറയുന്നു. ധാരാളം വരങ്ങൾ കിട്ടി ശിവനിൽ നിന്ന്. ആപത്തുകളും ഉടനെ ആരംഭിച്ചു. അപ്പോൾ എല്ലാം നല്ലതായിരുന്ന ഭണ്ഡൻ വരങ്ങൾ ഒന്നും കിട്ടാതിരുന്നപ്പോ ഒന്നും ഇല്ലാതിരുന്നവൻ ആ ഒരു വരങ്ങൾ കിട്ടിയപ്പോ, ഭഗവാനിൽ നിന്ന് വരങ്ങൾ കിട്ടിയപ്പോ ആളാകെ മാറി, അല്ലെ? അപ്പൊ ശക്തികൾ വന്നു ചേർന്നപ്പോ മനുഷ്യരെ പോലെ തന്നെ ആള് ആകെ മാറി ഭണ്ഡാസുരൻ. ഒരേ നിലയിൽ കഴിഞ്ഞവരാണ്. ആ എന്തെങ്കിലും ധനമോ പദവിയോ ഈശ്വരാധീനമോ കൊണ്ട് ലഭിച്ചാൽ പിന്നെ കൂടെയുള്ള ആളുകളെ അറിയേയില്ല, ഇല്ല, എന്ന് മാത്രമല്ല ദ്രോഹിക്കാൻ തുടങ്ങും. ഇത് മനുഷ്യ സ്വഭാവം തന്നെയാണ്. എന്നാ ഭണ്ഡൻ ഇത് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് അസുരൻ എന്ന് പറഞ്ഞത്. ഭണ്ഡാസുരൻ, അസുരന്റെ സ്വഭാവങ്ങൾ ഇതാണ്, അല്ലെ? കാരണം എന്തെങ്കിലും തന്റെ കഴിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക. അപ്പൊ തന്റെ ശക്തിയിലും പ്രഭാവത്തിലും അഹങ്കരിച്ച് ദേവന്മാരെ വളരെയധികം കഷ്ടപ്പെടുത്താൻ തുടങ്ങി ഈ ഭണ്ഡൻ. അങ്ങനെ ശിവൻ ജീവൻ കൊടുത്ത ഭണ്ഡനെ വധിക്കാനായിട്ട് ശിവന്റെ അഹോപുരുഷികയായിരിക്കുന്ന ലളിതാ പരമേശ്വരി ദേവന്മാരുടെ തപസ്സിൽ സംപ്രീതയായി ആവിർഭവിച്ചു. അപ്പൊ ഈ യുദ്ധമാണ് നമ്മൾ കണ്ടത്. ഈ 5 വയസ്സുള്ള ബാല എവിടെ നിന്നാണ് വന്നത്? ബാലാ ത്രിപുര സുന്ദരി, അല്ലെ? ദേവിയുടെ പുത്രിയാണെന്ന് പറയണു. മന്ത്രിണിയും വാരാഹിയും 2 വശത്തു നിന്ന് രക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവിക്ക് സമാധാനമായിട്ട് ആ കുഞ്ഞിനെ യുദ്ധത്തിന് അയച്ചത്. അപ്പൊ യോഗശാസ്ത്രം പറയുന്നു, ഈ ബാല ആര്? ഇത് സനാതന ധർമ്മത്തിലെ എല്ലാ കഥകൾക്കും അല്ലെങ്കിൽ പുരാണങ്ങൾക്ക് പുറകിൽ ഒരു വലിയ തത്വത്തെ കാണിക്കാനുള്ള സിംബോളിസം ഉണ്ട്. അപ്പൊ അതായത് ഇതിനെ നമ്മൾ ആ ഒരു അടയാളത്തെ മനസ്സിലാക്കാൻ ഉള്ള കടമ ഒരു സാധകനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ദേവിയെ ഉള്ളില് കാണാൻ പറ്റുള്ളൂ. ഇത് വെറുതെ കേൾക്കാനുള്ള കഥയല്ല. നടന്നോ, ഇങ്ങനെ നടക്കുമോ
ഇങ്ങനെ ഒന്നും ചോദിക്കാതെ അതിന് പുറകിലുള്ള തത്വത്തെ അറിഞ്ഞാലേ ശരീരത്തിലിരിക്കുന്ന ജീവന് ശിവഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? മോക്ഷമാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഋഷിമുനിമാര് വെളിയിൽ ചില പേരുകൾ കൊടുത്തു എന്ന് മാത്രം. ഉള്ളിന്റെ ഉള്ളില് വളരെ ആഴമായിരിക്കുന്ന അർത്ഥങ്ങളെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അത് സാധനയിലൂടെ അത് മുങ്ങിത്തപ്പി എടുക്കണം. എന്നാലേ സാധനയില് ഒരു സാർത്ഥകമായിട്ടുള്ള തലത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാല് ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുന്ന രീതി. അതുകൊണ്ട് കേൾക്കാനുള്ളതാണ്. കഥ പോലെ പറയും. നമുക്ക് ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഉള്ളിലുള്ള തത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുഡ് നറേഷൻ അല്ലെ? നന്നായിട്ട് പറയുക. അപ്പൊ ആളുകളെ പിടിച്ചിരുത്തി നമുക്ക് ബോറടിക്കാതെ അത് കേൾക്കുക. പക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ പറയുന്ന ഈശ്വരൻ പ്രപഞ്ച മാതാവായിരിക്കുന്ന ലളിതാ പരമേശ്വരി ചുമ്മാ ഒന്നും ആവിർഭൂതയാവില്ല. അതിനെന്തെങ്കിലും തത്വങ്ങളുണ്ട്. അതിന്റെ പുറകില് എന്തെങ്കിലും സത്യങ്ങളുണ്ട് അല്ലെ? അത് ശരിക്കും പറഞ്ഞാല് കഥയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കും. അത് നമ്മുടെ മനസ്സിൽ കിടക്കും മറക്കാതെ. എന്നാൽ ഒരു തത്വം പച്ചയായിട്ട് അവതരിപ്പിച്ച് അത് മനസ്സിന് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. മനസ്സ് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. അപ്പൊ മനുഷ്യ മനസ്സിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും. കാരണം എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ എന്ന് തിരിച്ചു ചോദിക്കും അല്ലെ? ഒരു ചുവരില് നല്ല പെയിന്റ് അടിച്ചിട്ട് ഇവിടെ തൊടരുതെന്ന് എഴുതി വെച്ചാൽ എന്താ ചെയ്യുക? ഉടനെ കാണുന്നവരെല്ലാം അവിടെ തൊട്ടു നോക്കും. കാരണം എന്താ? പറയും ഇന്നലെ അത് അടിക്കുന്ന കണ്ടു, ഉണങ്ങിയോ നോക്കിയതാണെന്ന് പറയും അല്ലെ? കയ്യിൽ പറ്റിയ ആ ഒരു പച്ച പെയിന്റ് തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് നോക്കിയാൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം തന്നെ അവിടെ നമ്മള് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് ഒരു വാസന നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു പുറത്തറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിലര് പുറത്തറിഞ്ഞാലും ഒന്നും സംഭവിക്കാതെ അത് തന്നെ ചെയ്യും അല്ലേ? എങ്കിലും ആ ഒരു ബാൻഡ്, അതായത് നിരോധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, വാഞ്ച, ഒരാഗ്രഹം എല്ലാവരുടെയും ഉള്ളില് പ്രായ വ്യത്യാസമില്ലാതെ അവരതിന് ശ്രമിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത. അപ്പൊ ഇത്രയും വരങ്ങൾ കിട്ടിയ ഭണ്ഡൻ, നല്ലതായിരിക്കുന്ന ഒരാള്, അയാൾ തന്റെ മനസ്സിന്റെ പിന്നാലെ എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലെ? പലർക്കും പലതും ചെയ്യാൻ ശക്തിയും ബുദ്ധിയും ധനവും വേണം. അതില്ലാത്തത് കൊണ്ടാണ് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വന്നു ചേർന്നാൽ പിന്നെ എന്താ അവർ ചെയ്യാം? എല്ലാവരുടെയും എന്താ മുമ്പില്, അവരുടെ മുകളിൽ ഞാനാണെന്നും എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലെന്ന് സ്വയം ധരിച്ച് അവർ എന്ത് അധർമ്മവും ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ, വളരെ തൃണവൽക്കരിക്കും, പുല്ലുപോലെ തള്ളിക്കളയുമെന്നർത്ഥം. ഇതാണ് ഭണ്ഡനും അവിടെ ചെയ്തത്. അപ്പോ ബാലാപരമേശ്വരി ആരാണ്? അപ്പൊ ഈ ബാല പെട്ടെന്ന് 5 വർഷം എങ്ങനെയാണ് ദേവി വിവാഹം കഴിച്ചു കാമേശ്വരനെ? ഈ ബാല പെട്ടെന്ന് 5 വർഷം ഓടിപ്പോയി പെട്ടെന്ന് എവിടുന്ന ഈ ബാല വന്നത്? അപ്പൊ മന്ത്രിണി ദണ്ഡിനിയുടെ രക്ഷയിലാണ് ബാലയെ ദേവി അയച്ചത്. പക്ഷെ ബാല ചെറിയ കുട്ടിയാണെങ്കിലും ജയിച്ചു വന്നു. അപ്പൊ ശ്രീപുരത്തിൽ പോയി വിവാഹം കഴിഞ്ഞ് കാമേശ്വരനും കാമേശ്വരിയും പോയി താമസമാക്കിയിട്ടേ ഉള്ളൂ അല്ലെ? പെട്ടെന്ന് ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധം വരികയാണ്. അപ്പൊ ബാല ആരാണ്? ബാല വന്നത് എന്താണ്? ഇതിന് പുറകിലത്തെ ഒരു രഹസ്യം. ഈ 5 വർഷം യുദ്ധം നടന്നോ? ഇല്ലേ? ഒന്നുമല്ല. കാരണം ഈ കുട്ടിയെ അയക്കുന്നത് ആരാണ്? ബാല എന്നത് ദേവിയുടെ പുത്രിയാണ്. അപ്പൊ ഈ ജീവനുകളെല്ലാം തന്നെ അമ്മയുടെ കുട്ടികളാണ് അല്ലേ? അമ്മ സദാ ആ ഒരു ഭുവന ഭയ വ്യസനി എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ പുരികം എപ്പോഴും ചുരുക്കിയിരിക്കും അമ്മ. എന്താ കാരണം? തന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നോ, ആയുധങ്ങൾ പ്രയോഗിക്കുന്നോ, എന്തായിരിക്കും അവരെന്താണ് ചെയ്യുന്നത്, ഇതൊരു അമ്മയുടെ മനസ്സിന്റെ ആകുലതയാണ്. പരാശക്തിക്കും ഇതേ ഭാവമാണുള്ളത്. കാരണം അമ്മയുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം അമ്മയുടെ മക്കളാണ് അല്ലെ? ഈ ജീവനുകളെ കുറിച്ചാണ് ആ ഒരു അമ്മയ്ക്ക് വിഷമമുള്ളത്. ഈ ഭുവനത്തിൽ ഇരിക്കുന്ന ജീവനുകൾക്ക് എത്ര വിധമായിട്ടുള്ള ഭയങ്ങളാണുള്ളത്. ഈ ഭുവനേശ്വരിക്കല്ല ഭയം. കാരണം ഈ ഭുവനത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ഭയം അവര് നേരിടുന്നു. എന്തിനൊക്കെ? ഇരുട്ട്, വെളിച്ചം, താഴ്ച, ഉയരം, ഇങ്ങനെ പലർക്കും നമ്മൾ പല വിധത്തിലുള്ള ഭയങ്ങൾ ഉണ്ടല്ലേ? ഇതിന് നമ്മൾ ഫോബിയ എന്ന് പറയും. അപ്പൊ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്താണെന്ന് വെച്ചാൽ മരണഭയം തന്നെയാണ്. അപ്പൊ ഈ ഭയങ്ങളെ ഇല്ലാതാക്കാൻ, അതായത് ഭുവന ഭയഭംഗ, ഭംഗം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഇല്ലാതാക്കാൻ, ഭംഗം വരുത്താനാണ് ദേവി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ജീവനുകള്, നമ്മൾ ഓരോരുത്തരായിരിക്കുന്ന ജീവനുകള് ഈ ഭൂമിയിൽ വന്ന പല പല ദുഃഖങ്ങള് അതിൽ കുരുങ്ങി നാഴികയ്ക്ക് 40 വട്ടം അമ്മ അമ്മ എന്ന് വിളിച്ചാൽ പിന്നെ കരുണാമയിയായിരിക്കണം ആ അമ്മ എങ്ങനെയാണ് സമാധാനമായിട്ടിരിക്കുന്നത്? അപ്പൊ ഈ ഭൂമി
വാസം തന്റെ മക്കളെ എന്തിലൊക്കെ കൊണ്ട് എത്തിക്കുന്നു എന്ന് ഓർത്ത് അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമാണ്, അല്ലെ? അതൊക്കെ ചെറുത്ത് നിന്ന് വിജയിച്ചു വരാൻ പറ്റുമോ? ഇതൊക്കെയാണ് അമ്മയുടെ ചിന്തകള്. ഇതറിയാതെ അമ്മയെ തിരഞ്ഞു നടക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതില് വിജയിച്ച ബാല എന്താ സന്തോഷത്തോടെ തിരിച്ച് സ്വീകരിച്ച് മടിയിൽ ഇരുത്തുകയാണ് അമ്മ. ബാല വിക്രമ നന്ദിത. അപ്പോ ജീവനുകളെ ആ ഒരു ഭണ്ടനിൽ നിന്ന് സംരക്ഷിക്കാനാണ് ലളിതാദേവി അവതാരം എടുത്തത്. ഈ ജീവന്റെ കൂടെ സദാ ഇരുന്ന് ആ ഭണ്ഡാസുരനെ വധിക്കുന്നു. ഭണ്ഡാസുരൻ ഒരാൾ മാത്രാണോ? ആ ഒരു മന്മഥന്റെ ചാരത്തിൽ നിന്ന് വന്നവനാണ് ഭണ്ടൻ. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ മനസ്സിൽ മന്മഥൻ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആള്, അല്ലെ? മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളാണ് മന്മഥൻ. അതായത് മന്മഥൻ എന്ന് പറഞ്ഞാൽ കാമൻ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഏതാണെങ്കിലും കാമ, ക്രോധ, ലോഭ, മോഹം ഏതാണെങ്കിലും അവയ്ക്ക് വക്രഗതിയാണ്, അത് വളഞ്ഞാ പോകുന്നത്. ഈ ചിന്തകളാണ് നമ്മുടെ കാമദേവൻ എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് വലിയ വീട് വേണം, ഭാര്യ വേണം, കുട്ടികൾ വേണം, പദവി വേണം, ഇല്ലേ? ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടക്കണം, ഇത്രയും ധനം സമ്പാദിക്കണം, ഇത്രയും ബാങ്കിൽ വേണം, മറ്റുള്ളവരെ തോൽപ്പിച്ച് സമൂഹത്തിൽ വലിയ പേരെടുക്കണം. ഇതെല്ലാം തന്നെ മനുഷ്യ മനസ്സിലെ ആഗ്രഹങ്ങളാണ്, അല്ലെ? അമ്മയുടെ കയ്യില് കരിമ്പ് വില്ലായിരിക്കുന്നത്. കരിമ്പ് വില്ലും പഞ്ചബാണങ്ങളും. ഇതേ മന്മഥന്റെ കയ്യിലും ഇതേ കരിമ്പ് വില്ലും പഞ്ചബാണങ്ങളും തന്നെയാണ് വെച്ചിരിക്കുന്നത്. മന്മഥൻ തന്റെ പഞ്ചബാണങ്ങൾ എടുത്ത് ആ ഒരു വില്ലാക്കി നമ്മുടെ മനസ്സിൽ തൊടുത്ത് വിട്ടിട്ടാണ് എന്താ പറയാ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിൽ തൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണ്, മൂക്ക്, ത്വക്ക്, ചെവി, ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ വേണ്ടാത്തിടത്തൊക്കെ കൊണ്ട് എത്തിച്ച് ഇൻഫർമേഷൻസ് കൊടുത്ത് ഈ മനസ്സിൽ കൊണ്ടിടുന്നു എല്ലാം. എന്തൊക്കെ വേണ്ടാത്തതോ അതൊക്കെ വെളിയിൽ കിടക്കുന്ന കുപ്പകളാണ്, അല്ലേ? അതെല്ലാം അകത്ത് കൊണ്ടുവന്ന് ആ എന്താ പറയാ മനസ്സാകുന്ന ആ ഒരു സഞ്ചിയിൽ കൊണ്ടിടുന്ന ആ പുറത്തേക്കുള്ള 5 വാതികള് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇതെല്ലാം തന്നെ എന്താ പറയാ പുറത്തേക്കാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ധാരാളം കുപ്പകൾ അകത്തേക്ക് വരും. കാമേശ്വരനായ ശിവൻ എന്താണ് ചെയ്തത്? തന്റെ നെറ്റിക്കണ്ണ്, അതായത് അഗ്നിയില് തന്റെ 3ാമത്തെ കണ്ണ് തുറന്ന് അവനെ ചാമ്പലാക്കി കാമാരിയായി. കാമത്തെ ഇല്ലാതാക്കി, അല്ലെ? ഹരനേത്രാഗ്നിയില് അത് ഇല്ലാതായി. അപ്പൊ നമ്മൾ വിചാരിച്ചു കാമൻ പോയി, ഇല്ലേ? കാമൻ കഴിഞ്ഞു, ഇനി കാമൻ ഒരിക്കലും വരില്ല എന്ന്. എവിടെയോ ആ ഒരു ഒതുങ്ങി ഇരുന്ന കാമൻ ഇല്ലാതായി എന്ന് നമ്മൾ വിചാരിച്ച കാമൻ എന്താണ്? അവിടെ ഭൂതാകാരം പൂണ്ട ഭണ്ടൻ എന്നുള്ള പേരില് ആ കാമൻ തിരിച്ചു വരുന്നു. വെറും ചാമ്പലായി എന്ന് കരുതി തള്ളി കളഞ്ഞതിൽ നിന്നാണ് വീണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തുടങ്ങിയത്, അല്ലെ? ആ കാമദേവനെക്കാളും 10 മടങ്ങ് ശക്തനായിരുന്നു ഭണ്ടൻ. അപ്പൊ നമ്മുടെ ആ ഒരു പുറത്തേക്ക് തുറന്നിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെയും അടക്കി വെച്ചിട്ട് കാര്യമില്ല. അവസരം കിട്ടിയാൽ അത് മറ്റൊരു രൂപം സ്വീകരിക്കും എന്നാണ് ഇത് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ നോക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ നോക്കും. നോക്കിയേ പറ്റൂ. നമ്മുടെ മനസ്സ് അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? അറിയാതെ പതുങ്ങിയെങ്കിലും നമ്മൾ അവിടെ നോക്കും. കേൾക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു പ്രാവശ്യം കേട്ടോട്ടെ എന്ന് പറയും, ഇല്ലേ? കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മനസ്സ്. കാണരുത് എന്ന് പറഞ്ഞാൽ എന്താ? അത് കണ്ടേ പറ്റൂ, അല്ലെ? ആ ഒരു ബുക്ക് വായിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെന്തോ ഉണ്ട്, അല്ലെ? അതെനിക്ക് വായിക്കണം. എങ്ങനെയെങ്കിലും ആ ബുക്ക് നമ്മൾ വായിച്ചിരിക്കും. ഷേക്സ്പിയർ നാടകങ്ങള് പണ്ട് കുറച്ചു കാലം ചൈനയിൽ ബാൻ ചെയ്തിരുന്നു. 1968 തോന്നുന്നു അത് മാറ്റിയത്. അരിസ്റ്റോട്ടലിന്റെ ബുക്സ് ഒക്കെ പഠിക്കാൻ പാടില്ലായിരുന്നു പണ്ട് കാലത്ത്. ചില ബുക്കുകൾ ചില രാജ്യങ്ങളിൽ ബാൻ ചെയ്യും. പക്ഷെ മാർക്കറ്റിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ട് പോകുന്നത്. അത് വാങ്ങി ഒളിച്ചു വെച്ച് വേറൊരു ബുക്കിനകത്ത് വെച്ചായിരിക്കും വായിക്കുക. അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ ഫോൺ ചെയ്ത് ഈ പുസ്തകം കാണുമ്പോൾ കാണാതെ പഠിച്ച് പറയും മുഴുവനും, ഇല്ലേ? ഇതാണ് മനസ്സെന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങള് ഇങ്ങനെയൊക്കെ എന്താ പറയാ കാണിച്ചാലും അത് ഇന്ദ്രിയങ്ങളെ എങ്ങനെയൊക്കെ അടക്കി വെച്ചാലും ചാരത്തിൽ നിന്ന് അതൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഇതിനെ എന്താ പറയാ നല്ലതിനോട് ചേർക്കണമെന്നാണ് ഇവിടെ പറയണത്. കാരണം അതുകൊണ്ടാണ് ചെറിയ വയസ്സിൽ ഉപനയനം വേണം, ഗായത്രി ജപിക്കണം എന്നൊക്കെ പറയുന്നത്. ചെറിയ വയസ്സിൽ തന്നെ ഇത് ചെയ്തു തുടങ്ങണം. കാരണം പ്രായമായി വരുമ്പോൾ മനസ്സ് നിൽക്കില്ല. കാരണം മനസ്സ് അതിനെ വിട്ടുപോകാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതിൽ തന്നെ മനസ്സ് പോയിരിക്കും. ഒരിക്കലും നമുക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള പാതയിൽ കൂടെ. അതുകൊണ്ടാണ് നമുക്ക് ശ്രീവിദ്യ ദീക്ഷയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവരിൽ നിന്ന് വിട്ടുപോകുന്നത്. കാരണം അവര് സഞ്ചരിച്ച വഴി കൂടെ മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ പറ്റൂ, അല്ലെ? നമ്മൾ അതിനെല്ലാം എന്താ പാകപ്പെട്ട ഒരു മനസ്സ്, അത് പെട്ടെന്ന് അതിനെ കൊണ്ടൊന്ന് റിജിഡായിരിക്കുന്ന ചില മന്ത്രജപങ്ങൾ കൊണ്ടുവന്നാൽ അത് അവിടെ നിൽക്കില്ല.
ഇതെല്ലാം ചെറിയ വയസ്സിൽ തന്നെ തുടങ്ങണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നല്ലത് ഒരു പ്രാവശ്യം ബോധിച്ചാ പിന്നെ വളർന്നു വരുമ്പോ ഒരുപാട് എന്താ പറയാ മോശത്തിലേക്ക് അത് പോവില്ല. ഇപ്പൊ കാമന്റെ കയ്യിലിരിക്കുന്ന അതേ അമ്പുകളും വില്ലുകളും പരാശക്തിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇപ്പോ. ഭണ്ഡാസുരന്റെ കഥ എന്താ? എവിടെയോ നടന്ന കഥയൊന്നുമല്ല. ഭണ്ഡൻ എല്ലാവരുടെയും മനസ്സിലും എന്നുമുള്ള ഒരു കഥാപാത്രമാണ്. ഉള്ളവൻ ഉള്ളവനാണ് ഭണ്ഡൻ. മനസ്സിന്റെ ആ വക്രതകളെല്ലാം ഞാൻ നശിപ്പിച്ച, ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നവരും തന്നെ തന്നെ പഠിച്ച് ഉള്ളിൽ പോയാല് പല തെറ്റായ ചിന്തകൾ വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമ്മളിത് പുറത്ത് പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ടാണ് നമ്മളെ ആ ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മൾ പഠിക്കണം. നമ്മുടെ ഉള്ളിലും നല്ലതും ചീത്തയും ഉണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ബുദ്ധി പോയി അത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കണം. നല്ലതിനോട് ചേർത്ത് വെച്ച മനസ്സ് അല്ലെ, നല്ലതിലോട്ട് നയിക്കപ്പെടും. അപ്പൊ നമ്മൾ ചാനലൈസ് ചെയ്യണം. അപ്പൊ ചാനലൈസിങ് ഇൻ ദി റൈറ്റ് വേ അല്ലെ, ആ ഒരു ശരിക്കും പറഞ്ഞാൽ ദെൻ ദർ വിൽ ബി നോ റോങ് വേ. നമ്മൾ തെറ്റായിട്ടുള്ള വഴിയിൽ പിന്നെ പോവില്ല. ബുദ്ധി വേണം നമുക്കവിടെ, നിശ്ചയാത്മിക ബുദ്ധി പറഞ്ഞു കൊടുക്കണം, തെറ്റാണ്, ഇത് ചെയ്യരുത്. ഈ ഭണ്ഡാസുര വധം വേറെ എവിടെയല്ല, നമ്മുടെ മനസ്സിലാണ്. ഇത് നടക്കണം, നടന്നുകൊണ്ടേയിരിക്കണം അല്ലെ. അതിനാണ് അമ്മ നമ്മളെ തയ്യാറ് ചെയ്യുന്നത്. അപ്പൊ ഈ ജീവന് എല്ലാ കവചങ്ങളും കൊടുത്ത് ഭൂമിയിൽ അയച്ചിട്ട് തന്റെ അനുഗ്രഹം കൂടെ അയക്കണേണ് അമ്മ. എത്ര ജന്മം കഴിഞ്ഞാണ് നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയുന്നത്? വാരാഹി, മന്ത്രിണി ഇവരെ എന്തിനാണ് അയക്കുന്നത്? ബാലയ്ക്ക് തനിയെ പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അല്ലെ, ഭണ്ഡപുത്രന്മാരെ വധിക്കാൻ. പക്ഷെ ഇത്ര വലിയ വക്രബുദ്ധിയായ പണ്ഡനെ ദേവി തന്നെ ഇല്ലാതാക്കുകയാണ്. ഈ ജീവനെ അമ്മ സദാ രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യുത. ദേവകാര്യം എന്ന് പറഞ്ഞാല് ദേവേന്ദ്രന്റെ കാര്യം എന്നല്ല. എവിടെയോ ഉള്ള ഒരു ദേവലോകത്തിരിക്കുന്ന ദേവേന്ദ്രൻ അല്ല ഇത്. ആരാണ് ദേവേന്ദ്രൻ? ദേവലോകം എവിടെയാണ്? ഇതറിയാതെ ലളിതാ സഹസ്രനാമം ജപിച്ചാല് അത് നമ്മുടെ കൂടെയുള്ള അമ്മയെ കാണാൻ പറ്റില്ല. നമുക്ക് അമ്മയെ കാണണ്ടേ? വിശ്വാമിത്രൻ ത്രിശങ്കുവിന് ഒരു ദേവലോകം ഭൂമിയുടെ മുകളിൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയണു. ഈ ദേവലോകം എവിടെയാണ്? വള്ളുവർ പറഞ്ഞു, വള്ളുവർ പറഞ്ഞ ഉത്തരമാണ് സനാതന ധർമ്മത്തിലും വേദങ്ങളിലും ഉള്ളത്. വേദങ്ങള് എന്ന് പറഞ്ഞാല്, കാരണം അതില് വേദങ്ങളില് ഋവുകൾ, അതായത് 1, 2 മന്ത്രങ്ങളുണ്ട്. അതായത് മരുത്തുക്കൾ ഇവരാരാണ്? ഈ ഭൂമിയിൽ നല്ല ജീവിതം നയിച്ചവര് ഋപുക്കളായിട്ട് ഉയർന്നു. ദേവലോകം വേറെ ഒരിടത്തും അല്ല. നല്ല ജീവിതം, അതായത് ധാർമ്മികമായിട്ട് ജീവിച്ചാല് ദേവന്മാരുടെ പദം ഈ ഭൂമിയിൽ തന്നെ ലഭിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ ദേവലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രൻ ആരാ? ഇതിന്റെ ഒരു അധിപതിയാണ്, മനസ്സാണ് അല്ലെ. അപ്പൊ ഇതിനെ വളരെ നന്നായിട്ട് കാണിക്കുകയാണ് ഈ പുരാണ കഥാപാത്രങ്ങളെല്ലാം തന്നെ. കശ്യപ പ്രജാപതിയുടെ ഒരു സെറ്റ് മക്കള് ദേവന്മാരും ഒരു സെറ്റ് അസുരന്മാരും അല്ലെ. അച്ഛൻ ഒരേ ആളാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്നാല്, ഇത് മനസ്സാണോ അത് നല്ലതായിട്ട് വെക്കുന്നത്, അത് ദേവന്മാരായിട്ട് ഉയരും. ഏത് മനസ്സാണോ വക്രത്തോടെ താഴോട്ടിരിക്കുന്നത്, അത് അസുരന്മാരായിട്ട് മാറും. അതുകൊണ്ടാണ് കൈലാസത്തില് ഭണ്ഡ എന്ന് നല്ലതായി ഇരുന്ന ഒരു അസുരൻ, അവൻ അസുരൻ. കൈലാസത്തിരുന്നവരെല്ലാം തന്നെ ഭഗവാന്റെ ഭൂതഗണങ്ങളാണ് ഇല്ലേ, അവർക്കൊരിക്കലും മോശമാവാൻ പറ്റില്ല. ആ ഭണ്ഡൻ അവൻ അസുരനായിട്ട് മാറി. അപ്പൊ ഏത് നേരത്താണോ അജ്ഞാനമാകുന്ന അറിവില്ലാത്തതിനെ തെറ്റുകൾ ചെയ്യുന്നത് അല്ലെ, തന്റെ സ്വരൂപത്തെ അറിയാതിരിക്കുന്നത്, അവൻ അസുരനായിട്ട് മാറും. അപ്പൊ ഈ ശരീരത്തില്, അതായത് ജീവനില്, ഈ ഇന്ദ്രിയങ്ങളില്, മനസ്സിൽ നടക്കുന്ന യുദ്ധം, ഇതാണ് ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ കേട്ട കഥ, ഭണ്ഡാസുരന്റെ കഥ. ഈ ഭണ്ഡാസുരൻ യുദ്ധത്തിൽ ശക്തി സൈന്യത്തെ വീഴ്ത്തി, വീഴ്ത്താൻ എന്തൊക്കെ അസ്ത്രങ്ങളാണ് അയച്ച് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അമ്പ എന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞാല്, അമ്പ എന്നത് ശരിക്കും പറഞ്ഞാല് നിദ്ര, അഹങ്കാരം, മന്ത്രം എന്ന യന്ത്രം. അപ്പൊ ഈ എന്താ പറയാ, മനസ്സിനെ മോഹപ്പെടുത്തി വശപ്പെടുത്തുന്നതെന്ന് അർത്ഥം. അപ്പൊ ജയവിഘ്ന യന്ത്രം, അതായത് മറ്റുള്ളവരുടെ ജയത്തിൽ സഹിക്കാതെ അവനെ ഇല്ലായ്മ ചെയ്യുന്ന ദോഷകർമ്മം, അതായത് അത് ഏറ്റവും നല്ല രീതിയിൽ ഇരുന്ന മനസ്സിനെ ഒരു സമ്മോഹിപ്പിച്ച് നല്ല വഴിയിൽ നിന്ന് മാറ്റുന്നവ. അപ്പൊ ഭണ്ഡൻ എന്തൊക്കെയാ കൊണ്ടുവരുന്നത്? കത്തി, കമ്പ് ഒന്നുമല്ല പ്രയോഗിച്ചത്, തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത് ഇല്ലേ. മനസ്സിനെ മോഹിപ്പിച്ച് വീഴ്ത്താനുള്ള തന്ത്രം. അപ്പൊ മനസ്സാണ് ശരീരത്തെ താങ്ങുന്നത് ഇല്ലേ. അത് മോഹിച്ചാൽ ശരീരപതനം ഉറപ്പാണ്. അപ്പൊ അവന് വിജയം.
അതുകൊണ്ട് ഉറക്കം അത് വന്നാല് താഴെ വീഴും, അഹങ്കാരം അടുത്ത പതനം. ഇവയൊക്കെ തന്നെ ദേവി തന്റെ നോട്ടം കൊണ്ട് പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും യുദ്ധത്തിന് അയച്ചു. മന്ത്രിണിയും വാരാഹിയും മാത്രം അതിന് ഇരയായില്ല. കാരണം എന്താ? അവര് സദാ അമ്മയെ ഉള്ളിലും പുറത്തും കൊണ്ട് നടക്കണു, അല്ലെ? അവസാനം അവരയച്ച ഒരു അസ്ത്രം, മോഹാസ്ത്രം. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? നാം വയ്ക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വലുതായിട്ട് നമ്മളെ വിഴുങ്ങും. മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുക, അല്ലെ? അതിന്റെ മുകളിൽ കയറുക, മുഴുവനായി നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കും. കാരണം മോഹാസ്ത്രത്തോട് മോഹാസ്ത്രത്തെ തടുക്കാൻ ദേവി പാശുപതാസ്ത്രം അയക്കുകയാണ്. പാശുപതം എന്നാൽ എന്താ? പശുപതിയുടെ അസ്ത്രം. പശുക്കളായിരിക്കുന്ന നമ്മള് ജീവനുകള്, നമ്മള് ബന്ധങ്ങളില്, ശരീരത്തില്, അല്ലെ, അറ്റാച്ച്മെന്റ്സിൽ കെട്ടിയിട്ട വെറും പശുക്കളാണ്. അതിന്റെ പതിയായിട്ടിരിക്കുന്നവൻ, നമ്മുടെ ജീവന്റെ പിതാവായിട്ടിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ, അല്ലെ? പരമേശ്വരനായിരിക്കുന്ന പശുപതിയുടെ അസ്ത്രം, അതാണ് പാശുപതം. കാമേശ്വരാസ്ത്രം കാമേശ്വരന്റെ അസ്ത്രമാണ്. ഇപ്പൊ പശുപതി എന്ന് പറഞ്ഞാല് പശുക്കൾ, ജീവനുകള്, അവരുടെ പതിയായിരിക്കുന്ന ശിവൻ, പരമശിവന്റെ ശക്തിയാണ് പാശുപതം എന്ന് പറയുന്നത്. അത് ദേവി എടുത്ത് ഭണ്ഡാസുര സൈന്യത്തെ ഇല്ലാതാക്കി. കാരണം എന്താ? കുറച്ചെങ്കിലും ബാക്കി കിടന്ന അത് പതുക്കെ പതുക്കെ വീണ്ടും വളർന്നു വരും. നമ്മളിപ്പോ ചാരത്തിൽ നിന്ന് ഭണ്ഡൻ വളർന്നത് കണ്ടു, ഇല്ലേ? അപ്പൊ മനസ്സിലൊരു ചെറിയ ശതമാനമെങ്കിലും വക്രത ഉണ്ടായാൽ പോലും കാലം അതിനെ വളർത്തി പുറത്തെടുക്കും. അത് പുറ്റായിട്ട് വളർന്ന് നമ്മളെ വിഴുങ്ങും. ഉറപ്പാണ്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സത്യമാണിത്. അപ്പൊ കാമേശ്വര അസ്ത്രം ശൂന്യ നഗരത്തെ ഇല്ലാതാക്കി. ഭണ്ഡന്റെ നഗരം ശൂന്യം. നമ്മുടെ കോട്ടകളും നമ്മുടെ അങ്ങനെ തന്നെയാണ്, അല്ലേ? ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, എനിക്ക് അവസാനം വരെ ജോലി ചെയ്യണം. എന്തിലൊക്കെയാണോ നമ്മൾ ഞാൻ എന്നതിൽ കെട്ടുന്ന കോട്ടകൾ. ഈ ഞാനെന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാ ഉദ്ദേശിക്കുന്നത്? ഒട്ടും സ്ഥിരതയില്ലാത്ത ഈ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ, അഹങ്കാരത്തെ, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനക്കോട്ടകളെല്ലാം തന്നെ ശൂന്യ നഗരമാണ്. കാരണം എന്താ? ഇല്ലാതായി തീർന്ന ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. ഈ ഭണ്ഡാസുരന്റെ ശൂന്യമായിരുന്ന നഗരം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശൂന്യ നഗരമുണ്ട്. ഭണ്ഡാസുരന്റെ നഗരമാണത്. അപ്പൊ ശൂന്യ കോട്ട കെട്ടി അതിൽ കഴിഞ്ഞവനെ അങ്ങനെ ഇല്ലാതായി എന്നർത്ഥം. ഭണ്ഡാസുരനും ഭണ്ഡാസുരന്റെ ശൂന്യക നഗരവും ഇല്ലാതായി, അല്ലെ? ഈ കൺസെപ്റ്റ് ഓഫ് സീറോ നമ്മുടെ ഈ ഭാരതത്തില് ഈ ശൂന്യം നമ്മുടെ സനാതന ധർമ്മത്തിൽ ഏറ്റവും ഉയർന്ന ഒരു തലാണ്. ശൂന്യം എന്നത് ഒരു തലത്തില് എത്തുമ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് തീരും, അല്ലെ? നമ്മുടെ മന്ത്രം എന്താണ്? പൂർണ്ണമത പൂർണ്ണമിതം. പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണം വരുന്നത്. ശൂന്യം എന്ന് പറഞ്ഞ സീറോ, പൂജ്യം എന്താണ്? ഒരു തലത്തിൽ നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന കാൽപ്പനികതകള്, ചിന്തകള്, മോഹങ്ങള് എല്ലാം തന്നെ ശൂന്യമാണ്. കാരണം അതിന് പരമ്പൊരുളിന്റെ അടുത്ത് വരുമ്പോ അത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം പരമ്പൊരുളിന്റെ അടുത്ത് വരുമ്പോ പൂർണ്ണമാണ്. ഒരു വട്ടം വരച്ചിട്ട് അതിനെ ശൂന്യമെന്നും പൂർണ്ണമെന്നും നമുക്ക് പറയാം, ഇല്ലേ? കാരണം ഈ സ്ക്വയർ, ത്രികോണം, റെക്റ്റാങ്കിൾ ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണം എന്ന ഒരു വട്ടം തന്നെയാണ്. കാരണം അത് ഈവൻ ആയിരിക്കും. അപ്പൊ പൂർണ്ണവും ശൂന്യവും വ്യത്യാസം എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമ്മള് ഈ എന്താ പറയാ, വെസ്റ്റേൺ ഫിലോസഫിയിൽ എല്ലാം പിച്ചി പിച്ചി ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എല്ലാറ്റിനും ഉത്തരം കിട്ടില്ല. കാരണം പണം, ജീവിതം, സ്നേഹം, പാശം, ഇതെന്താ എന്ന് ചോദിച്ചാല് ഉത്തരം ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നും ഒരു നൂലിൽ കെട്ടി നൂലും ഇല്ലാതാകുമ്പോ പിന്നെ ഒന്നും കാണില്ല. ഒരു തുണിയെ അതിന്റെ ഊടും പാവുമായിട്ട് നെയ്തിരിക്കുന്ന നൂലിനെ മാറ്റിയാൽ പിന്നെ വസ്ത്രവുമില്ല, നൂലും ഇല്ലാത്ത അവസ്ഥയാണ്, അല്ലെ? ശൂന്യം, അതാണ് ശൂന്യം. അപ്പോ ഒരു ഈസ്റ്റേൺ ഫിലോസഫി, നമ്മുടെ സനാതന ധർമ്മം ഈ ശൂന്യത്തില് ഒരു പൂർണ്ണത്തെ കാണുകയാണ്. അപ്പൊ ഈശ്വരൻ എന്നത് എന്താണ്? ഈശ്വരൻ ആര്? എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാല് കണ്ണദാസൻ ഉത്തരം പറഞ്ഞതാണ് ശരി, അല്ലെ? അപ്പൊ കണ്ണദാസന്റെ അടുത്ത് അത് എന്താ പറയാ, അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, കടവുൾ എങ്കെ ഇருக்கு, കടവുളെ എപ്പിടി പുരിയും. അതായത് എങ്ങനെയാണ് ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കുന്നത്? അപ്പൊ കണ്ണദാസന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് അതിന്. പൂജ്യത്തിന്റെ ഉള്ള ഒരു രാജ്യം, അതിനകത്ത് ഒന്നും അറിഞ്ഞുകൂടാതെ ഒരാൾ ഇരിക്കുന്നു. അവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കും. പൂജ്യത്തിക്കുള്ള ഒരു രാജ്യത്തെ ആണ്ട് പുരിയാമലെ ഇരിപ്പവൻ ഒരുവൻ, അവനെ പുരിന്തുകൊണ്ടാൻ അവൻ താനേ ഇരൈവൻ. അപ്പൊ പൂജ്യമാകുന്ന രാജ്യത്തില് ഈശ്വരന്റെ രാജ്യമാണത്. അതില് അതിർവരമ്പുകളുണ്ടോ? അത് ഇൻഫിനിറ്റ് ആണ്, അല്ലെ? അതിന് കളർലെസ്, നമ്മളെ ടേസ്റ്റ്ലെസ്, ഓർഡർലെസ്, ഫോംലെസ്, ലിമിറ്റ്ലെസ് എന്നൊക്കെ പറയും. അതിനൊന്നുമില്ല.
നാമരൂപങ്ങളില്ല. അപ്പൊ അത് നമ്മുടെ സനാതന ധർമ്മം പറയണു അതാണ് പൂർണ്ണം. ഇത് അറിയണമെങ്കിൽ വേണം എന്ത് വേണം നമുക്ക് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മുറി എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഒരു മുറിയിലാണ് ഇരിക്കണമെന്ന് വെക്കൂ. അപ്പൊ അത് അങ്ങനെ മുറി എന്ന് പറയാൻ കാരണം അതിന് ചുമരുകൾ കൊണ്ട് മറച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലെ? അപ്പൊ ചുമരുകൾക്കുള്ളിലെ സ്പേസ് അതിനെയാണ് നമ്മൾ മുറി എന്ന് പറയുന്നത്. അത് ശൂന്യമാണ് അല്ലെ? അപ്പൊ ഈ ഹാളാണോ ഈ പറയുന്ന ചുമരുകളാണോ റൂം എന്ന് പറയുന്നത്? അപ്പൊ ചെവരെന്ന് പറയുന്നത് ഇല്ലാത്തതാ, നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇല്ലേ? അത് ചെവരില്ലെങ്കിൽ അതിനെ എന്ത് പറയും നമ്മള്? മൈതാനം. അപ്പോഴവിടെ സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ചുവര് കെട്ടിയാലേ അത് മുറിയാവുള്ളൂ. അപ്പൊ മറ്റത് സ്പേസ് ആണ് അല്ലെ? ആ ചെവരുകൾ എന്ന് പറയുന്നതാണ് ഹാള്. അപ്പൊ ഈ ഹാളല്ല സ്പേസും ഹാളും ഹാളല്ല. അപ്പൊ ഇത് ശൂന്യമായത്. അപ്പൊ ശൂന്യമായത് എന്താണ്? ഈ ശരീരത്തില് ഇത് ഈശ്വരനാണ് എന്ന് അറിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് തീരും അല്ലെ? നമ്മുടെ ശരീരത്തിലിരിക്കുന്ന സ്പേസിൽ ഒരു ശക്തി ഇരിപ്പുണ്ട് അല്ലെ? അതിനെ അറിഞ്ഞാല് അത് നമ്മൾ പൂർണ്ണമാവും. അപ്പൊ പൂജ്യത്തിന്റെ ഉള്ളില് രാജ്യത്തെ വാണുകൊണ്ട് അല്ലെ? വെസ്റ്റേൺ സിസ്റ്റം അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മള്. ആ പൂർണ്ണത ഈശ്വരനിൽ നമ്മൾ കണ്ടെത്തും. ഈ ശൂന്യം പൂർണ്ണമാകണമെങ്കിൽ അതിന് എന്താ പറയാ? ഈശ്വരൻ വരണം അല്ലെ? ആ ദേവി പാദങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കെട്ടണം. ശരിക്കും പറഞ്ഞാൽ ബ്രിങ് ഇറ്റ് ടു എ കൺട്രോൾ ഓഫ് ഭഗവതി. അപ്പൊ അവിടെ ശൂന്യം പൂർണ്ണമാകും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ നിന്ന് ഈ ഭണ്ഡാസുര വധം ചെയ്ത് നമ്മളെ രക്ഷിക്കുന്ന അമ്മ അല്ലെ? നമ്മുടെ അമ്മ. ഭണ്ഡാസുര വധം കഴിഞ്ഞപ്പോ എന്താ? കാമ സജീവന ഔഷധി വന്നു. ഇതിന് മറ്റൊരു കഥയുണ്ട്. ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ശിവനെ ഉണർത്താനായിട്ട് പാർവതി വിവാഹം നടന്ന ആണ് കാമദേവൻ അയച്ചത്. എന്നാൽ ശിവന്റെ കോപത്തില് കാമൻ വെന്ത് ചാമ്പലായി ഇല്ലേ? അപ്പൊ പാർവതി ശിവ വിവാഹം നടന്നു. മന്മഥന്റെ ഭാര്യ രതി മാത്രം ദുഃഖത്തില് ഭർത്താവില്ലാതെ ദേവിയുടെ അടുത്ത് വന്നു നിന്നു. ദേവിക്ക് വളരെയധികം ദുഃഖം തോന്നി. കാരണം കാമദേവന്റെ ആ ഒരു ഗുഡ് ഇന്റൻഷൻ അല്ലെ? എന്തിനായിരുന്നു? പാർവതി സ്വയംവരത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ ശിവൻ ഹരിച്ച കാമദേവനെ എങ്ങനെ പാർവതിക്ക് ജീവിപ്പിക്കാൻ പറ്റും? അത് ആ ജഗത്തിന്റെ ഈ ഒരു നിയാമക ശക്തിയാണ് അല്ലെ? ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിൽ എല്ലാം നടക്കുന്നത് ശിവന്റെ ആ ഒരു നിയമത്തിന് എതിരായിട്ട് ഇവിടെ ഒന്നും നടക്കില്ല. എല്ലാം ഭഗവാന്റെ നിയമമാണ്. പ്രപഞ്ചം വന്നിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് ദേവി തന്റെ നോട്ടമാകുന്ന സഞ്ജീവനി കൊടുത്ത് ജീവൻ വയ്പ്പിച്ച് രതിയുടെ കണ്ണുകൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരാളാക്കി മാറ്റി കാമദേവനെ. ബാക്കി ലോകത്തിൽ എന്താ? എല്ലാവർക്കും അദ്ദേഹം അനങ്കനായിട്ട് തീർന്നു. അനങ്കൻ എന്ന് പറഞ്ഞാൽ അംഗങ്ങളില്ലാത്തവൻ, കാണാൻ സാധിക്കാത്തവൻ. അപ്പോ ഹരനേത്രാഗ്നി ആ സന്തപ്ത കാമസജ്ജീവന ഔഷധി. മന്മഥന് അംഗമില്ലാത്തവൻ, അനങ്കൻ എന്നുള്ള പേരുണ്ട്. ഈ ജീവൻ അംഗങ്ങളോടുകൂടി ഇരിക്കുമ്പോ എരിഞ്ഞു പോയ ജീവൻ അല്ലെ? ഈ ജീവനിൽ ഉണ്ടായിരുന്ന ഭണ്ഡാസുരനായിരുന്ന വക്രങ്ങളെ എല്ലാം ദേവി ഇല്ലാതാക്കിയത് ശേഷം അംഗങ്ങളെ ഇല്ലാത്തവനാക്കി മാറ്റി. അപ്പൊ തനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാതാകുമ്പോ നാച്ചുറലി എന്തായിട്ട് തീരും? അത് പരബ്രഹ്മത്തിൽ എത്തിച്ചേരും ഇല്ലേ? നമ്മുടെ ശരീരത്തോട് ചേർന്ന ഐഡന്റിറ്റിയാണ് നമുക്ക് മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോ നാം കൊടുക്കുന്ന താതാത്മ്യങ്ങള്, ഐഡന്റിറ്റീസ് ആണ് ജീവന് വീണ്ടും വീണ്ടും ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയില് ശരീരമെടുത്ത് ജീവനായിട്ട് വരാനുള്ള കാരണം. ഒരു അംഗങ്ങളുള്ള ഒരു രൂപത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവൻ അല്ലെ? അതെന്തുമാവാം, മനുഷ്യനാവാം, മൃഗങ്ങളാവാം. ആ ഒരു റെസ്ട്രിക്റ്റഡ് ജീവൻ. അപ്പൊ അതിൽ നിന്നും ആ ഒരു വിടുതല, അതിൽ നിന്ന് മുക്തി ഇല്ലേ? ആ ഒരു മുക്തിക്ക് മോക്ഷം എന്നാണ് നമ്മൾ പറയുന്നത്. ഏതിൽ നിന്ന്? ശരിക്കും പറഞ്ഞ ഈ സംസാരത്തില് താൻ ശരീരത്തിലും അതുമായി ചേർന്ന പലതിലും കെട്ടപ്പെട്ടിരിക്കുകയാണ്. ആ ജീവനാണ് സ്വതന്ത്രമായി പരമ്പരകളോട് ചേരാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നത്. കാരണം അപ്പോ ആ ഒരു അംഗത്തോടെ ഇരുന്നവൻ എന്തായിട്ട് തീർന്നു? അനങ്കനായിട്ട് തീർന്നു അല്ലെ? തങ്കത്തെ സ്ഫുടം ചെയ്യുന്നത് പോലെ തീയിൽ എരിഞ്ഞ് ആ ഒരു ജീവൻ അല്ലെങ്കിൽ ഉയിര് തിരിച്ചു വന്നു. ശരീരമില്ലാതെ എന്ന് പറഞ്ഞാല് ജീവൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായ സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ് അല്ലെ? നമുക്ക് ശരീരമുള്ളപ്പോഴാണ് അത് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ചേരാൻ വഴി കാണിച്ചു കൊടുത്തവൾ സാക്ഷാൽ പരാശക്തി. ഇപ്പൊ പല കഥകൾ ഇങ്ങനെ പോകും. കാരണം മന്മഥന് ജീവൻ കൊടുത്തു, അനങ്കനായി മായി. പക്ഷെ മന്മഥൻ പറഞ്ഞു, ഞാൻ എന്റെ ആയുധങ്ങളെ എങ്ങനെ പിടിക്കും? ഇപ്പൊ രതിക്ക് കാണണം അല്ലേ? പക്ഷെ ഞാൻ എന്റെ ജോലികൾ എങ്ങനെ ചെയ്യും? അപ്പൊ ഞാൻ ജോലിയില്ലാത്തവനായി തീർന്നില്ലേ ഭഗവാനെ എന്ന് ദേവിയോട് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ജോലി ഇല്ലാതിരിക്കാൻ എന്താ? മനസ്സ് വീണ്ടും എന്താ പറയാ, കലുഷിതമാവും അല്ലെ? നമുക്ക് ജോബ്ലെസ് ആയിട്ടിരിക്കുക. ജോലി ഇല്ലാതിരിക്കുമ്പോ അവിടെ എന്താ നമ്മൾ പറയില്ലേ,
അവിടെ വീണ്ടും ചിന്തകളുണ്ടാവും. അപ്പോ ദേവി പറഞ്ഞു, നിന്റെ ആയുധങ്ങൾ എന്റെ കയ്യിൽ കൊടുക്കൂ, ഞാൻ വച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് എല്ലാം ചെയ്യാം. മന്മഥൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ പവർഫുൾ ആണ് അല്ലെ, വിശ്വാമിത്രനെ വരെ വീഴ്ത്തിയ ആളാണ് മന്മഥൻ. അപ്പോ ഈ സൗന്ദര്യ ലഹരിയിലെ ശങ്കരാചാര്യ സ്വാമികൾ ചോദിക്കണു, അമ്മ എന്താണിത്, മന്മഥന്റെ ആയുധങ്ങൾ അമ്മയുടെ കയ്യിൽ ഇരിക്കണു അല്ലെ. ഒരു രഥത്തിൽ ഒരാൾ വരണു, ആ ഒരു മറു സൈഡിൽ നിന്ന് അടുത്ത ആള് വരണു. ആര്? അവനീ രഥത്തിൽ കയറി വരുന്ന ആള് സാക്ഷാൽ ശിവഭഗവാനാണ്. ആ ഒരു ത്രിപുരാസുരന്റെ മുപ്പുരം എരിക്കാനായിട്ടാണ് വരുന്നത്. ഇവിടെ ഭണ്ടന്റെ ശൂന്യക്കോട്ട കെട്ടിയതുപോലെ അവിടെ 3 കോട്ടകള്, ഇരുമ്പ്, വെള്ളി, സ്വർണം, 3 കോട്ടകൾ കെട്ടി ത്രിപുരാസുരൻ. ഈ ലോഹക്കോട്ടകള് എന്നെ രക്ഷിക്കുന്ന കരുതിയിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, ഈ കോട്ടയ്ക്കുള്ളിൽ ഇരിക്കുകയാണ്. ആ കോട്ടയും ഒരു രക്ഷയും നമുക്ക് തരില്ല. ഈ ത്രിപുരാസുരന്മാര് 3 കോട്ടകൾ കെട്ടി ആകാശത്ത് പറന്നുകൊണ്ടിരിക്കണു. കാരണം നിന്നാലല്ലേ ആർക്കെങ്കിലും കൊല്ലാൻ സാധിക്കൂ. ആദ്യം ഇരുമ്പ് കോട്ട, പിന്നെ വെള്ളിക്കോട്ട, അതിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ കൊല്ലാൻ ശിവഭഗവാൻ ഒരു രഥം ഉണ്ടാക്കി. അതാണ് അവനീ രഥം. അതിന്റെ ചക്രങ്ങൾ സൂര്യചന്ദ്രന്മാരാണ്. അതിൽ കയറിയിരുന്നു ഭഗവാൻ. ഇവരുടെ കൂടെ മത്സരിക്കണ്ടേ. അപ്പൊ ഭഗവാൻ മേരുമല കയ്യിലെടുത്തു, വില്ലാക്കി വളച്ചു. ഇനി അമ്പ് വേണം. മഹാവിഷ്ണു വന്നു, 3 പേരെയും ഒരുമിച്ച് കൊല്ലാൻ ആ ഒരു കൂർത്ത അമ്പ് വേണം. മഹാവിഷ്ണു വന്നു നിൽക്കുകയാണ്, എന്നെ അമ്പാക്കൂ. അങ്ങനെ പുറപ്പെട്ട ഭഗവാൻ വിനായകനെ വണങ്ങി വിഘ്നം ആദ്യം വിനായകനെ വണങ്ങിയില്ല, വിഘ്നം ഉണ്ടായി എന്നും വീണ്ടും വന്ന് വിഘ്നേശ്വരന്റെ അനുഗ്രഹത്തോടെ ശിവൻ പുറപ്പെട്ട ത്രിപുരവധത്തിനായി ഇറങ്ങി. അപ്പൊ തന്റെ ആ ഒരു മേരുമലയെ വില്ലാക്കിയില്ല, അമ്പ് തൊടുത്തില്ല. അദ്ദേഹം മുപ്പുരങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചു. 3 പുരങ്ങളും എരിഞ്ഞ് തങ്കവും വെള്ളിയും സ്വർണവും എല്ലാം ആ 3 അസുരന്മാരും ഒരുമിച്ച് മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഇതാണ് ത്രിപുര വധം നടത്തി ത്രിപുരാരി അല്ലെ, ത്രിപുരാന്തകൻ. ആ തൃത്തലം എന്ന സ്ഥലത്ത് ഭൂമിയിലുണ്ട് ഇന്നും. കാരണം ഇവിടെയാണ് എന്താ പറയാ, ത്രിപുരാന്തകനായിട്ടുള്ള ശിവൻ ഈ പുരങ്ങളെ എരിച്ചതെന്ന് പറയണു. അപ്പോ യുദ്ധങ്ങളെല്ലാം തന്നെ ഉള്ളിലെ ആ കാമങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ ശരിപ്പെടുത്താൻ ആണ് നടക്കുന്നത്. ഈ കഥകളുടെ എല്ലാം പിന്നിലെ തത്വങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ആ കുരുക്ഷേത്ര യുദ്ധം എന്നെങ്കിലും കഴിയുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുരുക്ഷേത്ര യുദ്ധം എവിടെയാ? കുരുക്ഷേത്രം എവിടെയാ? ഈ മനസ്സിനുള്ളില് ദിവസവും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. രാവണന്റെ 10 തലകള്, 20 ഭുജങ്ങള് എല്ലാം തന്നെ കൽപ്പനയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, ഇതാണ് 10 തലകള്. അഹങ്കാരം കൂടിയവൻ. ഈ അഹങ്കാരങ്ങളെ നശിപ്പിക്കാൻ ആവിർഭൂതയാവുന്ന ദേവിയാണ് സാക്ഷാൽ ലളിതാ സഹസ്രനാമത്തില് വർണ്ണിക്കുന്നത്. ആദ്യം തന്നെ ദേവിയുടെ ആ ഒരു ബാഹ്യ വർണ്ണന തുടങ്ങുന്നത് എന്താ പറയാ, ഈ ദേവിയാണ്. അപ്പോ മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സായക, ആ ഒരു ചിതഗ്നി കുണ്ടത്തില് ദേവകാര്യത്തിനായി വന്നവൾ. ചിത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ജീവന്റെയും ഉള്ളിലിരിക്കുന്നതിനെയാണ് ചിത്ത് എന്ന് പറയുന്നത്. അവിടെ ദേവി ആവിർഭൂതയാകും. ദേവി അവിടെ മാത്രമേ ആവിർഭൂതയാകുള്ളൂ. വെറും അഗ്നികുണ്ടത്തിൽ എന്നല്ല പറഞ്ഞത്, ചിത്ത് അഗ്നികുണ്ടത്തില്. അപ്പൊ എനിക്ക് ഈ അസുരന്മാരിൽ നിന്ന് രക്ഷ വേണം, എന്നെ രക്ഷിക്കണം എന്ന് ശരണാഗതി ചെയ്യുന്ന ഒരു ആ ജീവനെ രക്ഷയ്ക്കായി വരുന്ന ആത്മശക്തി തന്നെയാണ് ലളിതാ പരമേശ്വരി. ആത്മാഭിന്ന ലളിതാംബികായേ നമ. ഓരോ ശ്രീവിദ്യ ഉപാസകനും ദേവിയെ നമിക്കുന്ന എങ്ങനെയാ? ആത്മാഭിന്ന, എന്റെ ആത്മാവിൽ നിന്ന് അഭിന്നയായിരിക്കുന്ന അല്ലയോ അമ്മേ, അമ്മയ്ക്കായി കൊണ്ട് നമസ്കാരം. അപ്പൊ അഗ്നി എവിടെ ഇരിക്കുന്നോ അവിടെ ശുദ്ധമാണ് അല്ലെ. പക്ഷെ ഉദ്ദേശങ്ങൾ വേറെയാണ്. വിളക്കിന് ഐശ്വര്യം അല്ലെ, കാട്ടുതീ കാടിനെ ഇല്ലാതാക്കാൻ. അത് ശരിക്കും പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. അപ്പൊ അമ്മ വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചാല്, അങ്ങനെ ആ ഒരു ബേണിംഗ് ഡിസയർ അല്ലെ, നമ്മുടെ ആ ഒരു എന്താ പറയാ, വളരെ അധികം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ജ്ഞാനാഗ്നി ജ്വലിപ്പിച്ചാല് അല്ലെ, അതിന് ആശ വേണം, അതിന് ഉറപ്പ് വേണം. വേറെ ആരും സഹായിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് ഉറയ്ക്കണം. ബാഹ്യമായിട്ടുള്ള ആലംബനം എല്ലാം ഉപേക്ഷിക്കണം അല്ലെ. ആ ഒരു ഗജേന്ദ്രനെ പോലെ തന്റെ ശരീരബലം, തന്റെ ആത്മബലം, തന്റെ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ആനകളുടെ ബലം എല്ലാം വിട്ടിട്ട് ഭഗവാന് ശരണാഗതി ചെയ്തു അല്ലെ. അസുരന്റെ പിടിയിൽ അമരുന്നതിന് മുമ്പ് അമ്മാന്ന് ഉറച്ചു വിളിക്കണം. ആ ജീവന്റെ ആശയാകുന്ന ആ ഒരു ചിതഗ്നിയില് അമ്മ ഉറപ്പാണ് ആവിർഭവിച്ചിരിക്കും. അവിടെ ആ ജീവൻ എന്ന് പറയുന്ന എവിടെ? നമ്മുടെ ഉള്ളിലാണ്. ആ ലളിതാംബിക പുറത്തല്ല വരുന്നത്. നമ്മുടെ ഉള്ളിലാണ് ദേവിയുടെ ആവിർഭാവം. എപ്പോഴും ചിന്തിച്ചോണം, പുറത്ത് ദേവിയെ കാണാൻ നമ്മൾ ശ്രമിക്കരുത്. എല്ലാം അമ്മയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലാണ്
ദേവി ആവിർഭവിക്കുന്നത്. ദേവി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ അയോനിജയായിട്ടുള്ള ദേവി നമ്മുടെ ഉള്ളിൽ നമുക്ക് ജനിപ്പിക്കാൻ സാധിക്കും. വന്ന് നിന്നാ പിന്നെ കവചം കൊടുത്ത് ജയതിലകമണിയിച്ച് തന്റെ ശക്തികളെ കൊടുത്ത് രക്ഷിച്ച് ആ ജീവനെ വഴി നടത്തും, ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മളെ കാമ സജ്ജീവന ഔഷധി എന്ന് പറഞ്ഞത്. ചീത്ത കാമങ്ങളെ എരിഞ്ഞു പോകും, നല്ല കാമങ്ങളെ ഉയിർ കൊടുത്ത് വാഴ വെക്കും. ആ സഞ്ജീവനി മന്ത്രം മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്ന മന്ത്രമാണ്. അതാണ് പരാശക്തി. അല്ലേ? നമ്മൾ എത്ര ദുഃഖത്തിൽ മരിച്ചു, നമ്മൾ പറയും നമുക്കിനി മരിച്ചാ മതി എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ ശക്തി തന്ന് നമ്മളെ പുനരുജ്ജീവിപ്പിക്കുന്നവൾ പരാശക്തി. അങ്ങനെയുള്ള അമ്മ നമുക്ക് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആ അടുത്ത തിരുനാമങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ആ അമ്മ ആരാണ്? ഇനി ദേവിക്കുള്ള 3 നാമങ്ങൾ വളരെ ആഴത്തിലുള്ള നാമങ്ങളാണ്, അല്ലെ? അതായത് ദേവിയുടെ പല രൂപങ്ങളിൽ പ്രധാനമായിരിക്കുന്ന മൂലമന്ത്രത്തിന്റെ സ്വരൂപമാണ് 85, 86, 87, അല്ലെ? ആ വളരെ പ്രധാനപ്പെട്ട മന്ത്രസ്വരൂപിണിയായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ മന്ത്രം മനനാൽ ത്രായതേ ഇതി മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ആകാൻ പോകുന്ന ദേവിയുടെ ആ മൂലകൂടത്രയ കളയബര. അപ്പൊ ആ മൂലകൂടത്രയങ്ങൾ എന്താണ്? അമ്മയുടെ മന്ത്രസ്വരൂപം എന്താണ്? അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്? എങ്ങനെ നമുക്ക് അതിനെ ഉണർത്താൻ സാധിക്കുമെന്നെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീമാത്രേ നമഃ.